കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള പഴഞ്ചൊല്ല് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒന്നാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകാൻ പറ്റും. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന നിറക്കുറവ് മാറ്റി സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഫുൾ ബോഡി സ്കിൻ ഉണ്ടല്ലോ, ചേഞ്ചസ് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്ത് ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെച്ച് തിളങ്ങാൻ വേറെ ഒന്നും തന്നെ ഇനി വേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഫുൾ ബോഡി നിറം വെച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കാക്ക കുളിച്ചാലും കൊക്കാകാൻ പറ്റും. ഫുൾ ബോഡിക്ക് ചേഞ്ചസ് നൽകാൻ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റം നൽകാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ചേഞ്ചസ് കിട്ടുന്നതാണ്. ഇത് വെറുതെ പറഞ്ഞ് തെള്ളുന്നതല്ല, ചെയ്തു നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് മാറ്റം. എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്കൊരു വെള്ളം തയ്യാറാക്കണം. അതിന് നമുക്ക് വേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് വേണ്ടത്. ശംഖുപുഷ്പത്തിൻ്റെ പൂ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒക്കെ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 or 5 എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് പച്ചയായിട്ട്, അതായത് നിങ്ങളുടെ പറമ്പിലൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. വെള്ളയല്ല വേണ്ടത്, നീല കളറിൽ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് വേണ്ടത്. അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ പൂ ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയിട്ട് നല്ല കടും നീല കളറിലേക്ക് മാറും. അതായത് ഉജാലയുടെ ആ ഒരു കളറുണ്ടല്ലോ, അതിനെക്കാട്ടിലും നല്ലൊരു കടും കളറിലേക്ക് മാറും. ഇത് കണ്ട് ഈ ഒരു കളറ് ഇപ്പം തണുക്കാൻ വേണ്ടി വെച്ചതാണ് ഞാനത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടികൾ വേണം. പൊടികൾ എത്ര വേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. പിന്നെ നമ്മുടെ ആ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് മുഖത്തൊക്കെ തേക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പൊടികളുടെ അളവെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് വേണ്ടത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഫേസ് സ്കിന്നിൻ്റെ അളവിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഫേസ് സ്കിന്നിന് 1 ടേബിൾ സ്പൂൺ മതിയാകും. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്കിൻ നമ്മുടെ ഫുൾ ബോഡിക്കാണെങ്കിലും ഫേസ് സ്കിന്നാണെങ്കിലും ഒക്കെ ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് റൈസ് പൗഡറിൽ നിന്ന്. റൈസ് പൗഡർ വേണ്ടത് 1 ടേബിൾ സ്പൂണാണ്. റൈസ് പൗഡർ ഇല്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷേ റൈസ് പൗഡർ ചേർത്ത് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ മാറ്റം കിട്ടുന്നതാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഓറഞ്ച് നീരിനകത്തുള്ളത്. ഓറഞ്ച് നീര് വേണം. ഓറഞ്ച് നീരില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഓറഞ്ച് നീരാണ് ചേർക്കുന്നത്. 2 അല്ലി ഓറഞ്ചിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓറഞ്ച് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറച്ച് സ്കിൻ നല്ല പോലെ ഗ്ലോ നൽകാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഓറഞ്ച് നീരെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, എത്ര വേണ്ടതെന്നുള്ളത് അളവ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വരും. ആ ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കാം. അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല. ഫേസിലിടുന്ന ഒരു പരുവുണ്ട്, ആ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടേണ്ടതാണ്. ഈ ഒരു പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഫുൾ ബോഡിയിലാണെങ്കിലും നോക്കേണ്ടതാണ്. വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കരുത്. എന്തായാലും ഞാൻ ഇതിട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പാക്ക്. നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്ത് ഇടുന്നില്ല, ഈ ഭാഗത്ത് ഇടുന്നുള്ളൂ റിസൾട്ട് കാണുന്നതിന് വേണ്ടി. എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം റിസൾട്ട് എന്താണെന്നുള്ളത്. തുടയ്ക്കാം. വാവ് വാവ്, സംഭവം സൂപ്പറാ. ഇത് കണ്ടോ, ഈ സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സ്കിൻ നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട്, അടിപൊളിയാണ്.
കണ്ടുള്ള ചേഞ്ചസ് ഒക്കെ അടിപൊളി സംഭവമാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്ക്, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ.